ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോഴുള്ള മനോഭാവം എന്താണെന്നുള്ളതാണ്. അവരുടെ ഒരു ഇമോഷൻസ് എങ്ങനെയാണ് നിങ്ങളോട് ഇപ്പോൾ ഈ ഒരു സമയമുള്ളത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതായി ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ഇപ്പോഴുള്ള ഒരു ഓവറോൾ എനർജി എങ്ങനെയാണെന്ന് കൂടി നോക്കാം. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആദ്യമേ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി എങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിനോടൊന്ന് നോക്കാം. ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്സ് ആണ്. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി കൂടി എടുക്കാം. ഓക്കെ, പാർട്ട്ണർഷിപ്പ് ആൻഡ് അലയൻസസ് ആണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ടുപേരും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് പോയിട്ടില്ല, അല്ലെങ്കിൽ രണ്ടുപേരും റിലേഷൻഷിപ്പ് ഒന്നും കൂടി സ്ട്രോങ് ആക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് കാണാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഈ കാണുന്നത് പോലെ ഒരു ഫാമിലി പോലെയാണ് കാണുന്നത്. ദാറ്റ് മീൻസ് അത്രയും സ്ട്രോങ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് വേണം, അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് ആയിട്ട് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം കൈവിട്ട് കളയാൻ ഇഷ്ടമില്ല എന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ ഒരു സപ്പോർട്ട്, ആ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്നും ഈ ഒരു വ്യക്തിക്ക് വേണമെന്നുള്ളത് അവരുടെ എനർജിയിൽ നമുക്കിവിടെ കാണാം. അപ്പോൾ നമുക്കിനി നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് നിങ്ങളോട്, അല്ലെങ്കിൽ അവരുടെ ഒരു ഇമോഷൻസ് കൂടി നോക്കുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ ക്ലിയർ ആവും. ഇപ്പോൾ ഒരുമിച്ചുള്ളവരാണോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആണോ, എന്താണ് നിങ്ങളുടെ ഒരു അവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കിപ്പോൾ രണ്ടുപേരും ഒരേപോലെ തന്നെ ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. രണ്ടുപേർക്കും പരസ്പരം ഇട്ട് കളയാൻ താല്പര്യമില്ലാത്ത എനർജിയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഈസ് ഓഫ് പെൻറ്റക്കിൾസ്, സ്റ്റാർ എനർജി, ഡെത്ത് എനർജി, 10 of cups, 4 of pentacles, Queen of Pentacles, 6 of Swords, 6 of Pentacles, 10 of Swords, King of Wands, 2 of Cups, 9 of Swords, 6 of Wands, 5 of Wands, 5 of Pentacles. ഓക്കെ, എംപ്രസ് എനർജി. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോയൊരു സംഗതി വീണ്ടും തിരിച്ചെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതായത് പലതും നമുക്കൊരു ന്യൂ ബിഗിനിങ് ആണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കാനായിട്ട് കാണുന്നത്, ഒരു പുതിയ തുടക്കം അല്ലെങ്കിൽ ഒരു ഫ്രഷ് സ്റ്റാർട്ട് എന്ന് പറയുന്ന പോലെയുള്ള എനർജി നമുക്കിതിനകത്ത് പലപ്പോഴും കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ തീർത്തും നോ കോണ്ടാക്റ്റിൽ നിൽക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഒരു വേസ്റ്റ് സിറ്റുവേഷനിലൂടെ കടന്നു പോയവരായിരിക്കാം. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം മായ്ച്ചറിഞ്ഞ് ഇനി ഒരു പുതിയ തുടക്കം എന്ന് നമ്മൾ പറയുന്നത് പോലെയുള്ള ആ ഒരു എനർജിയാണ് ഇവരിവിടെ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ പാസ്റ്റിൽ ചിലപ്പോൾ ഒരുപാട് ദുരനുഭവങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മുഴുവൻ കഴിഞ്ഞത് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ പുതിയതായിട്ട് വീണ്ടും ഒരു തുടക്കം, ആ ഒരു ഫ്രഷ് സ്റ്റാർട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നല്ല രീതിയിൽ തന്നെ പലപ്പോഴായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്.
ഒരുപക്ഷെ ആ ഒരു ഡെത്ത് സിറ്റുവേഷനിലേക്ക് പോയിട്ടുള്ളവർ, അതായത് ആ ഒരു നോ കോൺടാക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്കപ്പിലേക്ക് തന്നെ പോയിട്ടുള്ളവരായിരിക്കും. റിലേഷൻഷിപ്പ് ഇനി കംപ്ലീറ്റ് എൻഡപ്പ് ആയി പോയോ എന്നുള്ള ചിന്താഗതിയിൽ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു പുതിയ ബിഗിനിങ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് റീകൺസിലിയേഷൻ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് പുതിയൊരു തുടക്കം, അതാണ് ഈ ഒരു പേഴ്സൺ വീണ്ടും ഇവിടെ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് മെയിനായിട്ട് കാണാൻ കഴിയുന്നത്. എനിക്ക് തോന്നുന്നു 2-3 ദിവസം മുമ്പ് നമ്മൾ ചെയ്ത ആ ഒരു റീഡിങ്ങിൻ്റെ ഒരു ചെറിയ ചില ട്രേറ്റ്സ് ഇതിനകത്തും കാണാനായിട്ട് കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു എനർജിയുടെ ഒരു ഇത് നമുക്ക് ഇതിനകത്തും ആ ഒരു സ്പാർക്ക് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ മേ ബി അങ്ങനെയുള്ള വ്യക്തികളായിരിക്കും ചിലപ്പോൾ കൂടുതൽ ഈ ഒരു റീഡിങ് കാണുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ചിലപ്പോൾ ഒരു ഡിവൈൻ ടൈം അടുത്തവരായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഓവറോൾ എനർജി എടുത്തപ്പോഴാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയം ആ ഒരു സ്ട്രോങ് ആയിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്ന വരുന്ന ഒരവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ പരസ്പരം സപ്പോർട്ടായിട്ട് എന്നും കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജി ആണെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ഒരു ഇമോഷൻസിനകത്ത് നമുക്കത് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു 2 ഓഫ് കപ്സ് എനർജിയാണ്. നമ്മൾ നേരത്തെ ആ ഒരു ഹാൻഡ്സ് ഹോൾഡ് ചെയ്ത എനർജി കണ്ടതുപോലെ തന്നെ ചില വ്യക്തികളില്ലാതെ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോവില്ല. അല്ലെങ്കിൽ അവരുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു ബെസ്റ്റ് കമ്പാനിയൻ, അല്ലെങ്കിൽ നമ്മളുടെ ഒപ്പം വേണ്ടത് ആ ഒരു പേഴ്സൺ ആണ്. ആ പ്ലേസ് നമുക്ക് ചിലർക്ക് വിട്ടുകൊടുക്കാൻ മടിയായിരിക്കും. അവിടെ ഒരേ ഒരാൾക്ക് മാത്രമേ സ്ഥാനം ഉണ്ടാവുള്ളൂ. ആ ഒരു എനർജി നമുക്ക് ഈ ഒരു സ്പിരിറ്റിൽ നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏതൊക്കെയോ വ്യക്തികളുടെ ഒരു എനർജിയാണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു പുതിയ തുടക്കം ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല, നിങ്ങളെ ഏറ്റവും സന്തോഷിപ്പിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വരാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ ഒരുപാട് വേദനിപ്പിച്ച് പോയൊരു പേഴ്സൺ ആയിരിക്കും. അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എൻഡ് ആയത് ഒരു ട്രാജിക് എൻഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു സ്റ്റാർട്ടിങ് ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ ആഗ്രഹിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത് കാണുക എന്നുള്ളത് മാത്രമല്ല, ഈ ഒരു പേഴ്സൺ നിങ്ങൾക്കായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ സാഹചര്യം മോശമായതുകൊണ്ടൊക്കെ നടക്കാതെ വന്നു കഴിഞ്ഞാലും തീർച്ചയായിട്ടും അത് നടക്കും, അല്ലെങ്കിൽ നടന്നിരിക്കും എൻ്റെ ലൈഫിൽ എന്നുള്ളൊരു പ്രതീക്ഷ വെച്ച് പോവാറുണ്ട്. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരം പ്രാർത്ഥിക്കാറുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞ പോലെയുള്ളൊരവസ്ഥയാണ് നമുക്കിവിടെ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാനായിട്ട്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ പരസ്പരം നിങ്ങൾ തമ്മിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരവസ്ഥയായതുകൊണ്ടായിരിക്കാം ഈ പേഴ്സൺ വളരെയധികം ഒരു ടെൻഷൻ ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. തീർച്ചയായിട്ടും നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള ചില തടസ്സങ്ങളുണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിലും പറയാം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും, ഇത്രയധികം ഈ ഒരു പേഴ്സണ് സ്നേഹമുണ്ട് അല്ലെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർക്കത് ആക്ഷൻ എടുത്ത് മുന്നിലേക്ക് വന്നുകൂടാ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ അത് ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ ചില തടസ്സങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ചില കാര്യങ്ങൾക്കകത്ത് സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷേ എങ്കിൽ കൂടിയും നിങ്ങളെ വിട്ട് കളയാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് കഴിയുമില്ല. നമുക്ക് ചില കാര്യങ്ങൾ ഉപേക്ഷിച്ച് കളയാനായിട്ടുള്ള ഒരു മടിയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വളരെ പ്രഷ്യസ് ആണെന്ന് കരുതുന്ന ഒരു സാധനം നഷ്ടപ്പെടുത്താനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം പൊസസീവാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ച് ഈസി ആയിട്ട് പോകാനോ അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫായിട്ട് മുന്നോട്ട് പോകാനോ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് സ്ട്രഗിൾ ഉണ്ട്, ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ അറിയാമെങ്കിൽ കൂടിയും വീണ്ടും ഒരു ന്യൂ ബിഗിനിങ് വേണം എന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇവിടെ നമ്മൾ ഈ ഒരു ഇമേജിൽ കാണുന്നത് പോലെ തന്നെ കയ്യെത്തും ദൂരത്ത് തന്നെ നിങ്ങളുണ്ട്. ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ കാണാം. പക്ഷേ അതിൻ്റെ അടുത്തേക്ക് വരാൻ നേരത്ത് ഇവിടെ നമ്മൾ കാണുന്നത് പോലെ കുറച്ചധികം തടസ്സങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് തരാൻ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ആ ഒരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ലൈഫ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങളും വേണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കിവിടെ കാണാം. പക്ഷേ ഇവിടെ ഈ നമ്മളിപ്പോൾ കണ്ടതുപോലെ തന്നെ ആ വരുന്നതിനുള്ള ഒരു സ്റ്റക്നെസ് അല്ലെങ്കിൽ തടസ്സം, നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ പോലും അതിന് ചുറ്റും എന്തൊക്കെയോ തടസ്സങ്ങൾ നിൽക്കുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളാവാം, എന്ത് വേണമെന്നുണ്ടെങ്കിലും ആവാം. അപ്പോൾ എന്ത് തടസ്സമാണെന്നുണ്ടെങ്കിലും അത് ഓവർകം ചെയ്ത് നിങ്ങളിലേക്ക് വരണം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ഇൻറ്റൻഷൻ പലപ്പോഴായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ നമുക്ക് നോക്കുമ്പോൾ ഒരു 10 ഓഫ് സോർട്സ് എനർജി, അതുപോലെ 9 ഓഫ് സോർട്സ് എനർജി, 5 ഓഫ് വാണ്ട്സ് ഒക്കെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ 6 ഓഫ് വാണ്ട്സും ഉണ്ട്. അപ്പോൾ ഈ ഒരു 6 ഓഫ് വാണ്ട്സ് എനർജി എന്ന് പറയുന്നത് ഒരു വിക്ടറിയാണ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ആരാണ് നമ്മളോട് ഫൈറ്റ് ചെയ്യാൻ വന്നതെങ്കിലും അതിനെയൊക്കെ തോൽപ്പിച്ച് മുന്നേറണം, അല്ലെങ്കിൽ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിക്കണം, നമുക്ക് ജയിക്കണം എന്നുള്ള ആ ഒരു വാശിയാണ് അതിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ദാറ്റ് മീൻസ് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് തടസ്സങ്ങളായിട്ട് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്നുള്ള വാശിയിലുള്ള കുറേ വ്യക്തികളുണ്ടാവാം. അപ്പോൾ അതൊക്കെ ഓവർകം ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പേഴ്സൻ്റെ ആഗ്രഹം. ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് പല ഭാഗത്ത് നിന്നുള്ള ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ പല ഭാഗത്ത് നിന്നുള്ള തടസ്സങ്ങൾ.
നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നോ അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ പറഞ്ഞതുപോലെയുള്ള തടസ്സങ്ങൾ വരുത്തിയത് സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയായിരിക്കാം. അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ച് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു സ്ട്രോങ് മൈൻഡ് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്കുണ്ട്. അപ്പോൾ അത് സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ് അവർ വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഒരു പക്ഷേ ഇവിടുത്തെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആയിരിക്കാം. അതുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിച്ചിട്ടും അവർക്ക് നിങ്ങളിലേക്ക് വരാനായിട്ടൊരു തടസ്സം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കണ്ടതുപോലെ തന്നെ തൊട്ടടുത്തുണ്ട് അല്ലെങ്കിൽ നോക്കി നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളിലേക്ക് വന്ന് ചേരാൻ കഴിയാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ അതായിരിക്കാം. അപ്പോൾ ഏത് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വിഷമിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നഷ്ടബോധം വിഷമമൊക്കെ തോന്നുന്ന ഒരു പേഴ്സണാണ്. ഒരുപാട് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഓർത്ത് ഈ ഒരു പേഴ്സൺ സങ്കടപ്പെടുന്നുണ്ട്. ചിലപ്പോൾ ഇവർ ഇത് ആരോടും ഷെയർ ചെയ്യണമെന്നില്ല. ഇവരുടെ ഒരു പേഴ്സൻ്റെ ഒരു എനർജി വെച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ഈ ഒരു വ്യക്തി സ്വയം ഉള്ളിൽ ഒതുക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. അവർക്കൊരു ഒറ്റപ്പെടൽ ഉണ്ടാവാം. നിങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ആ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ചില റിലേഷൻഷിപ്പിനകത്തൊക്കെ നമുക്ക് കാണാം അവർക്ക് എന്തെങ്കിലും ഒരു ആശ്വാസമോ അല്ലെങ്കിൽ ഹെൽപ്പിനോ ഒക്കെ ചിലപ്പോൾ കോമൺ ആയിട്ടുള്ള ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെ റിലേഷൻഷിപ്പ് അറിയുന്ന മറ്റ് വ്യക്തികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞൊന്ന് ആശ്വസിപ്പിക്കുകയെങ്കിലും ചെയ്യുക. അല്ലെങ്കിൽ ആശ്വസിപ്പിക്കാനെങ്കിലും ആൾക്കാരുണ്ടാവും. പക്ഷെ ചില കേസിൽ നമുക്ക് ഇതൊന്നും ആരോടും പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതുപോലെയുള്ളൊരു സിറ്റുവേഷനിലായിരിക്കാം വേണമെങ്കിൽ ഈ ഒരു പേഴ്സൺ. അവരുടെ ഒരു വിഷമം എന്താണെന്നോ അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്നോ പോലും ചിലപ്പോൾ അവർക്ക് ആരോടും ഷെയർ ചെയ്യാനായിട്ട് കഴിയണമെന്നില്ല. അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ ആകെ മൊത്തം മനസ്സിനകത്ത് നല്ല രീതിയിലുള്ള ഒരു പെയിൻ ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓർത്ത് എന്നുള്ളത് നമുക്കിവിടെ വിസിബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ളപ്പോൾ അത്രയും ചാമിങ് ആയിട്ടുള്ള enthusiastic ആയിട്ടൊക്കെയുള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഫൺ ലവിങ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു ഗോ ഗെറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ ഇടിച്ച് കയറി സ്നേഹം പ്രകടിപ്പിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് സർപ്രൈസസ് തരിക, ചിലപ്പോൾ അതുപോലെയൊക്കെയുള്ള ഒരു പേഴ്സൺ ആയിരുന്നിരിക്കാം. അതേസമയം നിങ്ങളുടെ ഒരു എനർജി നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഒരു മെച്യൂർ ലെവലിൽ കാര്യങ്ങൾ കാണുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. കുറച്ചും കൂടി ഒരു പക്വത ഈ ഒരു വ്യക്തിയേക്കാൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ചോയ്സ് ചിലപ്പോൾ ഒരുപോലെയുള്ളവരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ക്യാരക്ടറിനകത്ത് ആ ഒരു ക്ഷമ, പക്വത, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡിസിപ്ലിൻഡ് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു എനർജി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കായിരിക്കും ഇത് കൂടുതൽ റെസനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ ഈ പറഞ്ഞതുപോലെ വിചാരിച്ച കാര്യങ്ങൾ നടത്തിയെടുക്കാനായിട്ട് അത്രയും താല്പര്യമുള്ള ഒരു വ്യക്തി തന്നെയാണ്. വളരെ പതിഞ്ഞിരിക്കുന്ന ഒരു പേഴ്സൺ അല്ല. കാര്യങ്ങളെല്ലാം നമ്മൾ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നടത്തിയെടുക്കാനായിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. പക്ഷെ അവരുടെ ഒരു സിറ്റുവേഷൻ കൊണ്ട് നമ്മളിവിടെ പറഞ്ഞതുപോലെ ചില കാര്യങ്ങളിൽ തളച്ചിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥ കൊണ്ട് തന്നെയാണ് അവർക്ക് മുന്നിലേക്ക് വരാനായിട്ട് കഴിയാതെ ആയി പോകുന്നത്. അതുപോലെ ഫൈനലായിട്ട് നമുക്ക് വന്നിരിക്കുന്നതാണെന്നുണ്ടെങ്കിലും ഈ ഒരു എംപ്രസ് എനർജി തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഇതിനൊരു ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവർ തീർച്ചയായിട്ടും ശ്രമിക്കുമെന്നുള്ളത് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് ഈ ഒരു പേഴ്സൻ്റെ ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹം തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകണം. ഒരുപാട് തടസ്സങ്ങളുണ്ടെന്ന് അറിയാം. പക്ഷെ അതെല്ലാം വെട്ടിമാറ്റി മുന്നിലോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ശ്രമിക്കുകയും ചെയ്യുന്നുള്ളതാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്രയധികം ഒരു ഡിസയർ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങളോട് സൂക്ഷിക്കുന്ന ഒരു പേഴ്സണാണ്. നമ്മളിപ്പോൾ ഓവറോൾ എനർജി എടുത്തപ്പോഴാണെന്നുണ്ടെങ്കിലും അത് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം എത്ര പേർക്ക് ഈ ഒരു എനർജിയുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ കഴിയുന്നുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ആലപ്പുഴ ഡിസ്ട്രിക്റ്റ്, തൃശ്ശൂർ, Aquarius zodiac sign, Leo zodiac sign, ഉത്രട്ടാതി നക്ഷത്രം, പൂയം നക്ഷത്രം, കോട്ടയം, ലെറ്റർ ടി, ടി ആണ് കേട്ടോ, ലെറ്റർ ഒ, മെയ് മന്ത്, ലെറ്റർ പി,
Number 25, Kozhikode. Number 5, letter F. Letter R, തൃക്കേട്ട നക്ഷത്രം. ഉത്രം നക്ഷത്രം. Letter A, പാലക്കാട്. Sagittarius zodiac sign. Number 14, number 27, June month. Letter C. അപ്പോൾ ഇതാണ് നമുക്ക് ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, റെസനേറ്റ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓവറോൾ എനർജി എടുത്തപ്പോൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നത് ഒരേ കാര്യമാണെന്നുള്ളത് കണ്ടു. അല്ലെങ്കിൽ രണ്ടുപേർക്കും ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ, ഒരു ഫേം ഫൗണ്ടേഷൻ പോലെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ആഗ്രഹം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവാൻ, അല്ലെങ്കിൽ അത് നടത്തി തരാനായിട്ട് യൂണിവേഴ്സിനോട് നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.